ഹായ് ഓൾ, ഇന്ന് നമുക്ക് എക്സസൈസ് 1.4 നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് റാഷണൽ ഓർ ഇറാഷണൽ. എന്താ പറഞ്ഞിട്ടുള്ളത്? തന്നിരിക്കുന്ന നമ്പേഴ്സ് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 - √5. 2 - √5 പറഞ്ഞാൽ എന്താ? 2 പറയുന്നത് റാഷണൽ ആണ്, √5 എന്ന് പറയുന്നതോ ഇറാഷണൽ ആണ്. റാഷണൽ പ്ലസ് ഇറാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇറാഷണൽ നമ്പർ തന്നെയായിരിക്കും എന്നാണ് പറയാം. ഒരു റാഷണൽ നമ്പർ ഒരു ഇറാഷണൽ നമ്പറിനോട് ആഡ് ചെയ്താൽ ഇറാഷണൽ നമ്പർ തന്നെയാണ് കിട്ടാന്നാണ് പറയുക. അപ്പൊ അത് ഇറാഷണൽ ആണെന്ന് പറയാം. അടുത്തെന്താ? 3 + √23 - √23. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3 + √23 - √23 എന്താണ്? ഈക്വൽ ടു 3 ആണ്. 3 എന്താണ്? റാഷണൽ ആണ്. അപ്പൊ ഇത് റാഷണൽ ആണ്. അടുത്തെന്താ? 2√7 / 7√7. 2√7 / 7√7. അതായത് √7 √7 ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ എന്താണ്? 2/7. 2/7 എന്ന് പറയുന്നത് p/q ഫോമിലാണ്. അപ്പൊ എന്താ? അത് റാഷണൽ ആണ്. അടുത്തെന്താ? 1/√2 ആണ്. 1/√2 എന്ന് പറഞ്ഞാൽ എന്താ? 1/√2 × √2/√2 എന്താണ്? √2/2 ആണ് നമ്മളുടെ ഉത്തരം. അതായത് ഇറാഷണൽ നമ്പർ ബൈ ഇറാഷണൽ നമ്പർ. ഒരു ഇറാഷണൽ നമ്പർ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടുന്നത് ഇറാഷണൽ നമ്പർ ആണ്. ഇപ്പൊ 1/√2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അടുത്തെന്താ? 2π ആണ്. 2π എന്ന് പറയുന്നതില് പൈ എന്താ? പൈ ഈസ് ഇറാഷണൽ. അപ്പം 2 എന്താ? 2 ഈസ് റാഷണൽ. ഒരു ഇറാഷണൽ നമ്പർ ഇൻറ്റു റാഷണൽ നമ്പർ പറഞ്ഞാൽ എന്താ? ഇറാഷണൽ നമ്പർ ഇൻറ്റു റാഷണൽ. ഇറാഷണൽ നമ്പർ ഇൻറ്റു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഇറാഷണൽ നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ ഈച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. ഓരോന്നും സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3 + √3 × 2 + √2. a + b × c + d എന്നുള്ള ഫോർമാറ്റിലാണ്. അതായത് a + b × c + d. 4 വാല്യൂസ് ആണ്. അപ്പം a + b × c + d. അതെങ്ങനെയാണ്? നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പൊ a × c + d + b × c + d അത് ചെയ്യും. c + ad + bc + bd എന്നാണ് നമ്മുടെ ഉത്തരം. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളെന്താ? a = 3, b = √3, c = 2, d = √2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? a × c 3 × 2 + a × d 3√2 + √3 × 2 √3 × 2 + √3 × √2 √3 × √2. അപ്പം എന്താ? 6 + 3√2 + 2√3 + √6. ഇതാണ് നമ്മുടെ ഉത്തരം. അടുത്തെന്താ? 3 + √3 × 3 - √3. ഇത് ഏത് ഫോർമാറ്റിലാണ്? a + b × a - b എന്നുള്ള ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. a + b × a - b എന്ന് പറഞ്ഞാൽ എന്താ? a + b × a - b എന്ന് പറഞ്ഞാൽ a² - b². ഇവിടെ a എന്താ? 3 ആണ്. b എന്താ? √3 ആണ്. അപ്പൊ a² - b² എന്ന് പറഞ്ഞാൽ എന്താണ്? a² - b² = 3² - √3 2. അതെന്താണ്? 3² - √3 2 എന്ന് പറഞ്ഞാൽ 9 - 3 = 6 ആണ്. അടുത്തെന്താ? √5 + √2 2. അതായത് a + b ന്റെ ഫോർമാറ്റ് ആണ്. a + b = a² + b² + 2ab. a² + b² + 2ab. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a എന്താ? ഇവിടെ a എന്താ? a = √5, b എന്താ? √2. അങ്ങനെയാണ് a + b² എന്തായിരിക്കും?
എ സ്ക്വയർ ഇവിടെ √5 ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ √2 ഹോൾ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു √5 ഇൻറ്റു √2 ഇവിടെ 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 √2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 2 ഇൻറ്റു √10 √5 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ √10 ആണ് 5 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 7 പ്ലസ് 2 √10 ആണ് നമ്മളുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ √5 മൈനസ് √2 ഇൻറ്റു √5 പ്ലസ് √2 a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഫോർമാറ്റ് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി ഈക്വൽ ടു എന്താണ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റാണ്. അതായത് ഇവിടെ a എന്താ a ഈക്വൽ ടു √5 ഇവിടെ b എന്താ √2 അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു √5 ഹോൾ സ്ക്വയർ മൈനസ് √2 ഹോൾ സ്ക്വയർ √5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 √2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 അപ്പം 3 ആണ് നമ്മളുടെ ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Recall that pi is defined as the ratio of the circumference say c of a circle to a diameter this say d, that is pi equal to c by d. This seems to contradict the fact that pi is irrational. How will you resolve this contradiction? അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത് പൈ എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്താണ് സി പൈ ഈക്വൽ ടു സി ബൈ ഡി എന്നുള്ളത്. പക്ഷേ ഇത് എന്താണ് എന്തിനെതിരാണ് പൈ ഇറാഷണൽ ആണെന്നുള്ള ഫാക്റ്റിനെതിരാണ്. ഈ കോൺട്രഡിക്ഷൻ നമ്മൾ എങ്ങനെ റിസോൾവ് ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം പൈ ഈക്വൽ ടു 22/7 എന്നാണ് നമ്മൾ സാധാരണ എടുക്കാറ്. ഇത് അപ്രോക്സിമേഷൻ മാത്രമാണ്. ഈ സാൻ അപ്രോക്സിമേഷൻ പൈ ഈക്വൽ ടു 22/7 എന്ന് പറഞ്ഞാൽ അതെന്താണ് പൈ ഈക്വൽ ടു 22/7 എന്ന് പറഞ്ഞാൽ 3.142857 ആണ് പൈൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ. പക്ഷെ ഒറിജിനൽ വാല്യൂ എന്താണ് പൈ ഈക്വൽ ടു 3.1415 അങ്ങനെ പോകും. അതെന്താണ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ആയിട്ടാണ് പോവുക. പൈൻ്റെ വാല്യൂ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ആണ്. അതുകൊണ്ട് എന്താ പൈ ഈസ് ഇറാഷണൽ തന്നെയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെപ്രസെന്റ് √9.3 ഓൺ ദ നമ്പർ ലൈൻ. √9.3നെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും എ ബി 9.3 ആയിട്ട് എടുത്തു. എന്നിട്ടോ ബി എന്ന് ഒരു 1 സെന്റിമീറ്റർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു സി ആയിട്ട്. ഇത് 1 സെന്റിമീറ്റർ. എന്നിട്ട് നമ്മൾ എ സിന്റെ മിഡ് പോയിന്റ് കാണും. എ സിന്റെ മിഡ് പോയിന്റ് എങ്ങനെ കാണാം എയിൽ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യും, സിയിൽ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ മിഡ് പോയിന്റ് എ സിന്റെ മിഡ് പോയിന്റ് കണ്ടെത്തി. എന്നിട്ട് ഒന്നുകിൽ ഇതിനെ ഒ എന്ന് വിളിക്കാം, ഇതിനെ O എന്ന് വിളിക്കാം. എന്നിട്ട് ഒ എ അല്ലെങ്കിൽ ഒ സിയോ റേഡിയസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും സെമി സർക്കിൾ വരയ്ക്കും. ഒ എയോ ഒ സിയോ ലെങ്ത് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും സെമി സർക്കിൾ വരയ്ക്കും. എന്നിട്ടോ ബി എന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക മുകളിലേക്ക് പെർപെൻഡിക്കുലർ. അതൊരു വാല്യൂ കിട്ടുമല്ലോ. അത് നമുക്ക് ഡി എന്ന് പറയും. അവിടെ ആ പോയിന്റിനെ നമുക്ക് ഡി എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ടോ ബി ഡി ലെങ്ത് ആയിട്ട് എടുക്കാം. ബി ഡി ലെങ്ത് ആയിട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ആർക്ക് കട്ട് ചെയ്യാം. ബി ഡി ലെങ്ത് ആയിട്ട് എടുത്ത് ആർക്ക് കട്ട് ചെയ്തിട്ട് ഇ എന്ന് മാർക്ക് ചെയ്യാം. ബി ഇ ആണ് നമ്മളുടെ √9.3 എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ആദ്യം ഡ്രോ എ ബി ആസ് 9.3 സെന്റിമീറ്റർ. എ ബി 9.3 സെന്റിമീറ്റർ എടുക്കുക. എന്നിട്ട് മാർക്ക് പോയിന്റ് സി 1 സെന്റിമീറ്റർ അവേ ഫ്രം ബി. ബിന്ന് 1 സെന്റിമീറ്റർ അപ്പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഫൈൻഡ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AC and name it as O.
പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്തിട്ട് നമ്മൾ ആ പോയിന്റിനെ നമുക്ക് O എന്ന് നെയിം ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടേക്ക് OC ആസ് റേഡിയസ് ആൻഡ് ഡ്രോ സെമി സർക്കിൾ. OC റേഡിയസ് ആയിട്ട് നമ്മൾ സെമി സർക്കിൾ വരയ്ക്കാം. ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം B to D. ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം B to D. എന്താ പറഞ്ഞത്? ബിന്ന് ഡിയിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കാം. അടുത്തെന്താ? ടേക്ക് BD ആസ് ലെങ്ത് ആൻഡ് കട്ട് an arc at E on the number line. BD ലെങ്ത് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇയില് ഒരു ആർക്ക് കട്ട് ചെയ്യാം. എന്നിട്ടോ BE എന്താണ്? ഈക്വൽ ടു 9.3 root of 9.3 centimeter is the required length. Rationalize the denominators of the following. എന്താ പറഞ്ഞുള്ളത്? ഈ ക്വസ്റ്റ്യൻസിന്റെ ഡിനോമിനേറ്റേഴ്സ് റാഷണലൈസ് ചെയ്യാനാ പറഞ്ഞത്. ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യുക പറഞ്ഞാൽ ഇതിപ്പോൾ കറന്റ് ഇറാഷണൽ ആണ്, അതിനെ റാഷണലൈസ് ചെയ്യണം. എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്തിട്ട് അതിനെ ഇറാഷണൽ നിന്ന് മാറ്റി റാഷണൽ ആക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 1/√7. 1/√7 നമുക്ക് എങ്ങനെ ഇറാഷണൽ നിന്ന് റാഷണൽ ആക്കാം? അതിനെ 1/√7 √7/√7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. √7/√7. അപ്പം നമുക്ക് എന്ത് കിട്ടും? മുകളിലെത്തി √7, താഴത്ത് √7/√7 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ ഇറാഷണൽ നിന്ന് മാറി. അടുത്തെന്താ? 1/√7 മൈനസ് √6 ആണ്. ഇവിടെ മൈനസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? A + B A - B കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 1/√7 മൈനസ് √6 1/√7 മൈനസ് √6 ഇൻറ്റു √7 പ്ലസ് √6/√7 പ്ലസ് √6 കൊണ്ട് നമ്മൾ മുകളിൽ താഴത്ത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? √7 പ്ലസ് √6 divided by A - B ഇൻറ്റു A + B. എന്താ? A² മൈനസ് B². ഇവിടെ A² എന്താ? √7 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 മൈനസ് √6 ഹോൾ സ്ക്വയർ. √6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6. അപ്പം എന്താ? √7 പ്ലസ് √6 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ അതന്നെ. അടുത്തെന്താ? 1/√5 പ്ലസ് √2. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 1/√5 പ്ലസ് √2. ഇവിടെ അടിയിൽ എന്താ? A + B ആ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? A - B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 1/√5 പ്ലസ് √2 ഇൻറ്റു √5 മൈനസ് √2 ബൈ √5 മൈനസ് √2. അപ്പം നമുക്ക് എന്ത് കിട്ടും? √5 മൈനസ് √2 ഡിവൈഡഡ് ബൈ A + B ഇൻറ്റു A - B എന്താണ്? A² മൈനസ് B². ഇവിടെ A എന്താ? √5. √5² എന്ന് പറഞ്ഞാൽ 5 മൈനസ് √2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഈക്വൽ ടു √5 മൈനസ് √2 ബൈ 3. അടുത്തെന്താ? 1/√7 മൈനസ് 2. ശ്രദ്ധിക്കണം, ഇവിടെ √7 മാത്രമേ ഉള്ളൂ, 2ന് റൂട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 1/√7 മൈനസ് 2. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ A + B A - B തന്നെ ചെയ്യാം. 1/√7 മൈനസ് 2 ഇൻറ്റു √7 പ്ലസ് 2 ബൈ √7 പ്ലസ് 2 ഈക്വൽ ടു എന്താ? √7 പ്ലസ് 2 ഡിവൈഡഡ് ബൈ A + B ഇൻറ്റു A - B. √7 ഇൻറ്റു √7 എന്ന് പറഞ്ഞാൽ 7 മൈനസ് 2 ഇൻറ്റു 2 എന്താ? 4 ആണ്. √2 ഇൻറ്റു √2 അല്ല, 2 ഇൻറ്റു 2 ആണ് 4. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? √7 പ്ലസ് 2 ബൈ 3 ആണ് നമ്മുടെ ഉത്തരം.